ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കെബെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്പയർ മാനക് അവാർഡിലെ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു സാധനവും അതുപോലെ തന്നെ പ്രൊജക്ട് സിനോപ്സിസും. ഇത് രണ്ടും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട് റിജക്റ്റ് ആയി പോകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. കൃത്യമായിട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം മക്കളെ. ഇൻസ്പയർ മാനക് അവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്ന ഒരു പരിപാടിയാണ്. ഈ 10,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 രൂപ തരുന്നത്. ഈ 10,000 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ടൈറ്റിലും അതുപോലെ തന്നെ പ്രൊജക്ട് ബ്രീഫ് അല്ലെങ്കിൽ സിനോപ്സിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ആദ്യം ഞാൻ പറയുന്നത് ഈ പറയുന്ന ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഞാൻ അടിച്ചുണ്ടാക്കിയ ഡോക്യുമെന്റ് ഒന്നല്ല, നമ്മുടെ ഇൻസ്പയർ മാനകിന്റെ അതോറിറ്റി തന്നെ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫില്ലിംഗ് ദ നോമിനേഷൻ ഫോം കറക്റ്റ്ലി ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഇവാലുവേഷൻ ഓൺലൈൻ. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യുവേഷൻ, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിനെ വാല്യൂ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കും സാധിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്താക്കരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. ഫസ്റ്റ് തന്നെ പറയുന്നത്, റിമെമ്പർ ഓൾ പ്രൊജക്ട്സ് ആർ ഫസ്റ്റ് സ്ക്രീൻഡ് ഇൻ ഓൺലൈൻ വിതൗട്ട് ചൈൽഡ് ബീങ് പ്രസന്റ് ടു എക്സ്പ്ലെയിൻ ദ പ്രൊജക്ട്. അതായത് എത്ര നല്ല പ്രൊജക്റ്റ് ആണെങ്കിലും എത്ര പവർഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും ഒരിക്കലും കുട്ടി ഒരാളുടെ മുന്നിൽ പോയിട്ട് പ്രസന്റ് ചെയ്തിട്ടല്ല ഇതിന്റെ സ്ക്രീനിങ് നടക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റിലിന്റെയും പ്രൊജക്ട് സിനോപ്സിസിന്റെയും ബേസിൽ ഓൺലൈനായിട്ടാണ് എന്ത് നടത്തുന്നത്, ഫസ്റ്റത്തെ വാല്യുവേഷൻ റൗണ്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. സോ കമ്മിങ് ബാക്ക്, ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ഈ പറയുന്ന ടൈറ്റിലും പ്രൊജക്ട് സിനോപ്സിസും നമ്മുടെ നോമിനേഷനിൽ കൊടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഐഡിയ, സഫീഷ്യന്റ് ആയിട്ടുള്ള ഐഡിയ എന്താവുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ബേസിക്കലി ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കണം. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മരം കയറുന്ന മെഷീൻ ആണെങ്കിൽ നിങ്ങൾ ക്ലൈംടെക് എന്നൊന്നും കൊടുക്കരുത്. സാധാരണ നമ്മളെ സാധനത്തിന് കുറച്ച് വെറൈറ്റി ആയിട്ട് ജെൻസി പേരൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലൈംടെക്, ക്ലൈം അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കും. അങ്ങനത്തെ പേര് കൊടുക്കരുത്. അവരിവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ഡിവൈസ് ടു ക്ലൈംബ് നട്ട് ട്രീസ്. അല്ലെ, ഒരു ട്രീ കയറാനുള്ള, തെങ്ങുമ്മ കയറുന്നതാണെങ്കിൽ കോക്കനട്ട് ട്രീമിൽ കയറാനുള്ള ഒബ്ജക്റ്റ് എന്ന് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. വെറുതെ നമ്മൾ പേരിന് കുറച്ച് സ്റ്റൈല് കൂട്ടിയിട്ട് കാര്യമല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. സോ എന്റെ മക്കൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, നോട്ട് എ ബോർഡ് തീം ലൈക്ക് അഗ്രികൾച്ചർ, സ്വച്ഛ ഭാരത്, അതുപോലെ തന്നെ സ്വസ്ഥ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, ഇതുപോലത്തെ സാധനങ്ങൾ ബോർഡ് നെയിംസുകൾ എന്താക്കരുത്, ഇതിനോട് ആഡ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രൊജക്ട് സിനോപ്സിസിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ പ്രൊജക്ട് അബൌട്ട്, വാട്ട് പ്രോബ്ലം ഇറ്റ് അഡ്രസ്സസ്, വാട്ട് അഡ്വാൻറ്റേജസ് ഈസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, അതായത് ഇതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താക്കണം, കൊടുത്തിരിക്കണം. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾസ് ഇവിടെ ഒരു ടൈറ്റിലും അതുപോലെ തന്നെ സിനോപ്സിസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈറ്റിൽ കൊടുത്തത് ട്രാവലിംഗ് ബാഗ് വിത്ത് ഫോൾഡിംഗ് സീറ്റ്. ഒരു ട്രാവലിംഗ് ബാഗ് ഉണ്ട്, അത് മടക്കി വെച്ചാൽ എന്താവും, നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് ആവും. വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ് നമുക്ക് ഉള്ള സൊല്യൂഷൻസ്, എന്താണ് ഇതിന്റെ ഉപകാരം എന്ന് കൃത്യമായിട്ട് ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇനി സിനോപ്സിസിലേക്ക് വരുമ്പം അവർ വളരെ കുറഞ്ഞ ചെറിയ സിനോപ്സിസാ കൊടുത്ത്, വലിയ പാരഗ്രാഫ് ഒന്നും ആക്കിയില്ല, വളരെ ചെറുത്. എന്താ പറഞ്ഞത്, മെനി ടൈംസ് ട്രാവൽസ് ഹാവ് ടു സ്റ്റാൻഡ് വൈൽ വെയിറ്റിംഗ് ഫോർ ബസ് ഓർ ട്രെയിൻ. ഈ പറയുന്ന ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും എന്നുള്ള ആ പ്രോബ്ലത്തിനെ കൃത്യമായിട്ട് അവരവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പറഞ്ഞത്, ദ സ്റ്റുഡന്റ് ഹാസ് ഡെവലപ്ഡ് ട്രാവലിംഗ് ബാഗ് വേർ എ ഫോൾഡിംഗ് സീറ്റ് ഹാസ് ബീൻ ഇൻകോപ്പറേറ്റഡ്. അതായത് നമ്മുടെ ട്രാവൽ ബാഗിന്റെ കൂടെ മടക്കി വെച്ച ഒരു സീറ്റ് ആവുന്ന രൂപത്തിൽ എന്താക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കൂടി തിരിച്ചു വെച്ചാൽ നമുക്ക് അതിൽ ഇരിക്കാം. ഓക്കെ അല്ലേ? എന്താ നമ്മുടെ ഐഡിയ എന്ന് എന്തായി വ്യക്തമായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ പറയുന്നത്, എലിമിനേറ്റിംഗ് ദ ഡിസ്കംഫർട്ട് വൈൽ സ്റ്റാൻഡിംഗ് ഫോർ ലോങ് ടൈം. എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ്
കുറേ നേരം ഒരാൾ നിൽക്കുന്ന സമയത്ത്, ഇത് പ്രത്യേകിച്ച് ലേഡീസും എൽഡറി ആയിട്ടുള്ള ആൾക്കാർ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കുറേ നേരം നിന്ന് കണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവില്ല. അതിൽ അഡ്വാൻറ്റേജും ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ ഫോട്ടോസ്, സ്കെച്ചസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാനും, ഈ ഫോട്ടോസ് ഇതൊക്കെ ഇതിന്റെ PDF സെറ്റ് ചെയ്യാനും എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. സോ ഇതുപോലെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കുറേ ഉണ്ടാക്കണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി. പക്ഷെ ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ പ്രൊജക്ട് സിനോപ്സിസിൽ മെയിൻ ആയിട്ട് വേണ്ട 3 സാധനങ്ങൾ എന്താണ്, ഈ പറയുന്ന പ്രൊജക്റ്റിന്റെ പ്രോബ്ലം എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക. സോ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഇൻസ്പയർ മാനക് അവാർഡിൽ ദേശീയ തലത്തിൽ തന്നെ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കിനെക്സ്. ബൈ, സീ യു ലേറ്റർ.